ചരിത്രത്തിലേക്ക് താങ്കളൊന്ന് തുടരുക. ശ്രീ ഷാക്കിർ, ഞാൻ ഇന്നലെ കാന്തപുരം നടത്തിയൊരു വാർത്താ സമ്മേളനത്തിലെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറയാം. ജമാഅത്തെ ഇസ്ലാമിയിലൂടെ സമാധാനം നഷ്ടമാകും. മാറ്റം വന്നുവെങ്കിൽ പ്രചരിപ്പിച്ച ആശയങ്ങൾ ഉപേക്ഷിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അംഗീകരിക്കാൻ ആവില്ല. ഇത് ഇന്നലെ കാന്തപുരം പറഞ്ഞ വാക്കുകളാണ്. നമ്മൾ ഈ RV ബാബു പറയുന്ന അത്രയും പിന്നിലെ ചരിത്രത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇന്നലെ പ്രസ് മീറ്റിൽ പറഞ്ഞ വാക്കുകളാണത്. അതെന്തുകൊണ്ടായിരിക്കാം അപ്പോൾ അബൂബക്കർ മുസ്ലിയാറിന് അടക്കം മനസ്സിലാവാത്തത്, ലീഗിൻ്റെ ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും ബോധ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അവർ ഈ മതരാഷ്ട്രവാദികളല്ല എന്ന്? നിങ്ങൾ ദയവായിട്ട് തെറ്റിദ്ധാരണ പരുത്താതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, വെൽഫെയർ പാർട്ടിയുമായി ബന്ധം അങ്ങനെ തന്നെ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരുപാട് വിഷയത്തിൽ വിയോജിപ്പുള്ള ആളുകളാണ് നമ്മൾ. ഇപ്പോ ബാബു, ഹിന്ദു ഐക്യവേദിയിൽ ബാബു പറഞ്ഞ കാര്യം, ബാബുവിനും ഗോവിന്ദനും ഒരേ ട്യൂണാണ്. കുറച്ചു കാലമായി കേരളത്തിൽ RSSനും CPM ഒരേ ട്യൂണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ആഗോള തലത്തിൽ എന്ത് പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കണം നമുക്ക് കാര്യമില്ല. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെയോ മറ്റേതെങ്കിലും പുതിയ പാർട്ടിയെയോ ഐക്യജനാധിപത്യ മുന്നണി ഇതുവരെ കക്ഷിയാക്കിയിട്ടില്ലല്ലോ. മാത്രവുമല്ല, അവരുമായി എക്കാലവും ജമാഅത്തെ ഇസ്ലാമി ആയ കാലവും അവരുടെ പൊളിറ്റിക്കൽ രൂപമായ വെൽഫെയർ പാർട്ടി വന്ന കാലവും അവരുമായി സഖ്യമുണ്ടാക്കിയത്, കൂടുതൽ അവർക്ക് വോട്ട് നൽകിയത് ജമാഅത്ത് ഇസ്ലാമിയും CPM തമ്മിലാണ്. അവിടെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റാളുകൾക്ക് കൂടെ, ഇപ്പൊ PDP നേരത്തെ പറഞ്ഞു, ഇപ്പൊ RSSനെ വെള്ള പൂശിയത് കൊണ്ടാണ് നിലമ്പൂരിൽ ഈ വലിയ തോൽവി CPM ഉണ്ടായത് എന്ന് CPM പ്രധാന നേതാക്കന്മാർ പാർട്ടിക്കകത്ത് പോലും പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചർച്ച വഴിതിരിച്ചുവിടാൻ ഗോവിന്ദൻ ഈ ജാതി ലേഖനങ്ങളും വർത്തമാനങ്ങളുമായി വരുന്നത്. അല്ല, അങ്ങനെ പറയരുത് ശ്രീ ഷാക്കിർ. ആ ചർച്ച എത്രയോ ദിവസം ചർച്ച ചെയ്തു. അതല്ല, ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുയരുന്നു MV ഗോവിന്ദന് നേരെ. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പ് തിരുത്തി, ശേഷം താക്കീത് ചെയ്യുന്നു. അപ്പോൾ അതിൽ മൈക്കുകൾ കാണുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയരുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് MV ഗോവിന്ദനോടാണ്. ശരി, അതല്ലല്ലോ നമ്മുടെ വിഷയം എന്നുള്ളതാണ്. അത് ആ ഘട്ടത്തിൽ ആ നിലയിൽ ചർച്ച ചെയ്തു. ഇതിപ്പോൾ ലീഗിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് പ്രധാനം. ലീഗിന്റെ നിലപാട്, മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സാദിഖ് അലി, PM സലാം സാഹിബ് ഉൾപ്പെടെയുള്ളവർ ആവശ്യമായ സമയത്ത് കൃത്യമായ പാർട്ടി കൂടിയാലോചന നടത്തി പ്രഖ്യാപിക്കും. ഇവിടെ നിങ്ങൾ കൊണ്ടുവരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ വെൽഫെയർ പാർട്ടി UDFന് അനുകൂലമായി വോട്ട് ചെയ്തത് അത് വലിയ പാതകമായി നിങ്ങൾ വരുത്തി തീർക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എന്താണ് നിലപാട് കോൺഗ്രസിന്റെ? നിലപാട് മുസ്ലിം ലീഗ് കാലങ്ങളായി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. നിങ്ങൾ കരുതുന്നത് RSSനെ പോലെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ പോലെ രാജ്യത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന ആളുകളല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന അഭിപ്രായം നമുക്കുണ്ട്. അവരുടെ ആശയത്തോട് ആദർശത്തോട് വിയോജിപ്പുള്ളത് കൊണ്ടാണല്ലോ രണ്ട് സംഘടനയെ ഞങ്ങൾ. അബൂബക്കർ മുസ്ലിയാർ അടക്കം പറയുന്ന വാദങ്ങൾ തെറ്റാണ്. അല്ല, അങ്ങനല്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായത്തോട് ഞങ്ങൾ ആരും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ, കാഴ്ചപ്പാടിൽ സംഘടനകളെ, വ്യക്തികളെ വിലയിരുത്താൻ അവകാശമുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് മാർക്കിടുന്ന പണിയല്ല. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനെന്താണ് തെറ്റ്? PDP LDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. RSSന്റെ ഒരു വിഭാഗം LDF അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അതിലൊന്നും നിങ്ങൾ കുഴപ്പം കാണില്ലേ? നിങ്ങൾ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി തെരഞ്ഞുപിടിച്ച് അത് അവരെ വർഗീയ ചാപ്പ കുത്താൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര താല്പര്യം? അത് ശരിയായ സംഗതിയല്ലല്ലോ. അല്ല ശ്രീ ഷാക്കിർ, അങ്ങനെ ഒരു ചാപ്പയും കുത്തലല്ല. അതായത് RSS സഖ്യ ചർച്ച MV ഗോവിന്ദൻ ഉയർത്തിയപ്പോൾ വളരെ കൃത്യമായി മാധ്യമങ്ങളടക്കം ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഇതിപ്പോൾ താങ്കളോട് വളരെ വ്യക്തമായി പറയുന്നു, ഒരു പ്രസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യമാണ്, അവർക്ക് ആരുമായി വോട്ട് രേഖപ്പെടുത്താം, ആരെ വേണമെങ്കിലും പിന്തുണയ്ക്കാം. അതിനോടുള്ള പാർട്ടിയുടെ സമീപനം എന്ത്? ആ പ്രസ്ഥാനത്തെ ഒപ്പം നിർത്തുമോ, അവരെ സഖ്യത്തിന്റെ ഭാഗമാക്കുമോ? ഇതൊക്കെയാണല്ലോ പ്രധാനമായും രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുക. അതാണ് ഞാൻ ചോദ്യമായി പറയുന്നത്. അത് ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി നൽകി എനിക്ക് അതിൽ അഭിപ്രായം പറയാൻ പരിമിതികളുണ്ട്. അത് പറയേണ്ടത് പാർട്ടിയുടെ മുന്നണിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, സംഘടന പ്രവർത്തനം എന്ന നിലയ്ക്ക് നമുക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാജ്യത്തെ പൗരന്മാർ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് രജിസ്റ്റേർഡ് ആയി ഉള്ള ഒരു സംഘടന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അത് വലിയ പാതകമായി നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ താങ്കളിലേക്ക് വരാം. തീർച്ചയായും വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതല്ല പാതകം, അത് ആവർത്തിച്ച് പറയട്ടെ. മറിച്ച് എന്താണ് വെൽഫെയർ പാർട്ടിയോടുള്ള സമീപനം, നിലപാട് എന്നത് തന്നെയാണ്. ശ്രീ RV ബാബു, താങ്കൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷാക്കിറിന്റെ വാചകങ്ങൾ, ഞാൻ ആവർത്തിക്കുന്നില്ല. അല്ല ഷാക്കിർ,
ഈ ചരിത്രം ഷാക്കിർ ഇപ്പോൾ പറയുന്നത് RSSനേക്കാൾ വളരെ കുറഞ്ഞ വീര്യമുള്ള വിഷമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ, അത്ര കണ്ട് അപകടകാരിയല്ല എന്നാണ് ഷക്കീർ പറഞ്ഞു വെക്കുന്നത്. അത് ഷക്കീറിന്റെ സർട്ടിഫിക്കറ്റ് RSSന് ഏതായാലും വേണ്ട, മുസ്ലിം ലീഗിന്റെ സർട്ടിഫിക്കറ്റ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് ജവഹർലാൽ നെഹ്റു കൊടുത്തിട്ടുണ്ട്. ചത്ത കുതിര എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ചിട്ടാണ്. ഏത് മുസ്ലിം ലീഗിനെ കുറിച്ച്? ഇന്ത്യയെ വെട്ടിമുറിച്ച മുസ്ലിം ലീഗ്, രാജ്യത്തെ വെട്ടിമുറിച്ച് രാജ്യത്ത് കൊടിയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് രാജ്യത്ത് ഡയറക്റ്റ് ആക്ഷൻ പ്രഖ്യാപിച്ച അതേ മുസ്ലിം ലീഗ് തന്നെയാണ് പിൽക്കാലത്തെ മുസ്ലിം ലീഗ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ മുസ്ലിം ലീഗ് കേരളത്തിൽ എങ്ങനെയാണ് ഇപ്പൊ തൊടാവുന്ന പാർട്ടിയായത്? മുസ്ലിം ലീഗിനോടുള്ള ആ അയിത്തം മാറിയത്? മുസ്ലിം ലീഗിനെ ഇതേപോലെ കോൺഗ്രസും CPM ഒക്കെ ചേർന്ന് കൂട്ടുപിടിച്ച് അതിനെ വെള്ളപൂശി. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിച്ച മാതിരി 40-40 വർഷങ്ങൾക്ക് മുമ്പ് 1960 അധികാരത്തിൽ വന്ന അന്നത്തെ പാർട്ടി കോൺഗ്രസും അതേപോലെ നമ്മുടെ പ്രജാപരിഷത്തും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ PSP ഒക്കെ ചേർന്നുണ്ടാക്കിയ ആ സർക്കാർ മുസ്ലിം ലീഗിനെ സ്പീക്കറാക്കി. മുസ്ലിം ലീഗിന്റെ സ്പീക്കർ സ്ഥാനം കൊടുത്ത് മുസ്ലിം ലീഗിന്റെ അംഗത്തെ രാജിവെപ്പിച്ചിട്ടാണ്, മുഹമ്മദ് കോയയുടെ തൊപ്പി ഊരിപ്പിച്ചിട്ടാണ്. അത്രയും തൊട്ടുകൂടാത്ത പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അന്നറിയാമായിരുന്നു. പക്ഷേ കേരളത്തിൽ അധികാരത്തിൽ വരാൻ സംഘടിതമായ മുസ്ലിം വോട്ട് വേണം എന്നുള്ളത് കൊണ്ട് 1967 മുതൽ EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ മുസ്ലിം ലീഗിന്റെ 2 മന്ത്രിമാരെ നിശ്ചയിച്ചുകൊണ്ട് കേരളത്തിൽ മുസ്ലിം ലീഗിന് വിശുദ്ധ പദവി നൽകി, അവരുടെ തൊട്ടുകൂടായ്മ ഇല്ലാതാക്കി. പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടം മുഴുവൻ മുസ്ലിം ലീഗിന്റെ വർഗീയതയെ സ്വർഗീയമാക്കി മാറ്റിക്കൊണ്ട് ആ അധികാരം പങ്കിടാനായിട്ട് ഇരു മുന്നണികളും ശ്രമിച്ചു. അപ്പൊ മുസ്ലിം ലീഗ് ഇപ്പോ യഥാർത്ഥത്തിൽ സ്വർഗീയ പാർട്ടിയെ, പേരിൽ പോലും മുസ്ലിമുള്ള മുസ്ലിങ്ങളുടെ സാമുദായിക താല്പര്യം മാത്രമല്ല വർഗീയ താല്പര്യം അടക്കം. നമ്മുടെ മാറാട് കലാപത്തിൽ മുസ്ലിം ലീഗിന്റെ 2 നേതാക്കന്മാർ പ്രതികളായിട്ട് FIR ഇട്ട കേസാണ്. ഇവിടുത്തെ ഇടതും വലതും ഒത്തുചേർന്നുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ രക്ഷിച്ചതാണ്. മായിൻ ഹാജി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മാറാട് കൂട്ടക്കൊലയിൽ പ്രതിയാക്കപ്പെട്ട ആളാണ്. പക്ഷേ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാറാട് കൂട്ടക്കൊലയെ അട്ടിമറിക്കാനും അതിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കാനും CBI അന്വേഷണത്തെ എതിർക്കാനും ഒരുമിച്ച് നിന്ന് ഇവരാണ്. അപ്പൊ ലീഗിന്റെ ഈ മതസൗഹാർദ്ദ നയമൊക്കെ വെറും കാപട്യമാണ്. നമ്മുടെ അയോധ്യ പ്രക്ഷോഭത്തിന്റെ കാലത്ത് 5 പേരെയാണ് മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയത്. 5 ഹിന്ദുക്കളെ. ഏത് അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് ഈ തരത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പാർട്ടിയായിട്ട് മാറുന്നത്? ഒരു നരേറ്റീവാണ് മുസ്ലിം ലീഗിനെ അങ്ങ് വെള്ളപൂശിയെടുക്കുന്ന നരേറ്റീവ്. ആ മുസ്ലിം ലീഗിന്റെ കോട്ടയിലാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ പോലും വെക്കാൻ പറ്റാത്തതായത്. ആ മുസ്ലിം ലീഗിന്റെ കോട്ടയിലാണ് ഒരു പ്രതിമ, OV വിജയന്റെ പ്രതിമ തല്ലി തകർക്കപ്പെട്ടത്. അപ്പോ ഇതെല്ലാം ലീഗിന്റെ മതവർഗീയ താല്പര്യത്തിന്റെ എത്രയോ ഉദാഹരണങ്ങളാണ്. പക്ഷേ ലീഗിനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വെള്ളപൂശിയെടുക്കുന്നു. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് വെള്ളപൂശുന്ന പോലെ, ഇപ്പോ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയെടുക്കുന്ന പോലെ മത തീവ്രവാദ ശക്തികൾ ഇനി ഇവർ നാളെ ISIS വെള്ളപൂശും. ഹമാസിനെ വെള്ളപൂശിയെടുത്തില്ലേ? ISIS-നെ, അൽ ഖ്വയ്ദയെ, ലഷ്കർ ഇ തൊയ്ബയെ ഒക്കെ വെള്ളപൂശും. അവരുടെ വെള്ളപൂശലിന്റെ ഉദ്ദേശം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ബാബു, അത്തരം സംഘടനകളൊക്കെയായി നമുക്ക് അവർ അംഗീകരിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ പാർട്ടികളെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? അത് ശരിയാണ്. പൊളിറ്റിക്കൽ പ്രസ്ഥാനം പോപ്പുലർ ഫണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. ഈ നിയമപരമായി നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ഒരു നിരോധനമൊന്നുമില്ല. പോപ്പുലർ ഫണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ് SDPI എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. പോപ്പുലർ ഫണ്ടിന്റെ അതേ ആശയമാണ് SDPI പിന്തുടരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. നിയമപരമായി പ്രവർത്തിക്കാനുള്ള ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ആശയത്തിലൊന്നും യാതൊരു വ്യത്യാസമില്ല. ജമാഅത്തെ ഇസ്ലാമി നിലവിലെ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുദ്രാവാക്യം തന്നെയാണ് ഉയർത്തുന്നത്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ സംവിധാനങ്ങൾ നൽകുന്ന ആനുകൂല്യങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഇസ്ലാമീകരിക്കാനുള്ള വലിയ സംഘടിതമായ നീക്കം ജമാഅത്തെ ഇസ്ലാമി ബൗദ്ധികമായി ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന മുദ്രാവാക്യം ഏറ്റെടുക്കലല്ലേ ഇപ്പോ മുസ്ലിം ലീഗിന്റെ പണി? ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരലല്ലേ മുസ്ലിം ലീഗിന്റെ പണി? ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ആ നിലയിൽ എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്താൻ പറ്റുക? ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എത്രയോ വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ എങ്ങനെയാണ് നമുക്കതിനെ ഉദാഹരണപ്പെടുത്താൻ പറ്റുക? ഞാൻ ഉദാഹരണങ്ങൾ അടക്കല്ലേ പറഞ്ഞത്. മാറാട് കൂട്ടക്കൊലയിൽ 2 പേര് പ്രതികളാക്കപ്പെട്ടില്ലേ? മായിൻ ഹാജി എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോയത്? അല്ല, അതിൽ അത്തരം സംഘർഷങ്ങളൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ആർക്കെതിരെയാണ് കുറ്റാരോപണം നടത്തിയിരിക്കുന്നത്? ആർക്കെതിരെയാണ്? ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ മാറാട് നടന്ന കൂട്ടക്കൊലയിൽ മുസ്ലിം ലീഗ് ആളുകൾ പ്രതികളാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലേ ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട്? അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ചയാക്കാത്തത്?
Yes, അപ്പോൾ yes. ലീഗിനെ വെള്ളപൂശിയെടുക്കാനും ലീഗ് മതസൗഹാർദ്ദത്തിന്റെ പാർട്ടിയാണെന്ന് പറയാനും അത് കേട്ട് അങ്ങനെ അപ്പാടെ വിഴുങ്ങാനായിട്ട് ഈ അല്ല, നാട്ടിലെ അവിടെ ദേശീയവാദികൾ അവിടെ ഉണ്ടാകുന്ന സാധ്യമല്ല. ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി തള്ളിപ്പറഞ്ഞിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ശ്രീ KPO റഹ്മത്തുള്ള അടക്കമുള്ളവർ അക്കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്തതാണ്. ഇപ്പോഴും ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ അതിശക്തമായ വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്നുമുണ്ട്. എന്തിനാണ് ആ വിമർശനം? ആ വിമർശനം എന്തിനാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം മതരാഷ്ട്രവാദമാണ്. ജമാഅത്തെ ഇസ്ലാമി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരി അത് ശരി ശരി മുസ്ലിം ലീഗിന്റെ സ്വാധീനം ജമാഅത്തെ ഇസ്ലാമി ശരി കവർന്നെടുക്കുന്നു ഞാൻ എന്നുള്ളതിന്റെ- ശ്രീ ഷാക്കിർ, താങ്കൾ തുടരുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്. ഒരു മിനിറ്റ് പറയട്ടെ. പറയൂ. അതായത് ഒന്ന് ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിന്റെ സർട്ടിഫിക്കറ്റ്, അതും മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ആളുകളുടെ സർട്ടിഫിക്കറ്റ് മുസ്ലിം ലീഗിന് ആവശ്യമില്ല. ഞങ്ങളുടെ മതേതരത്വം നിങ്ങളുടെ മുമ്പിൽ വന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. മലയാളികൾക്കറിയാം, എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗ് ഒരു മതേതര പ്രസ്ഥാനമാണ് എന്നുള്ളത്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിനെ നിങ്ങൾ അടച്ചാക്ഷേപിച്ച് CPM-ഉം RSS-ഉം ഒരേ രീതിയിൽ അടുത്ത കാലത്തായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കീഴടങ്ങുന്ന പ്രശ്നമില്ല. ജമാഅത്ത് ഇസ്ലാമിയുമായി പല വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ആശയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി വേറെയും മറ്റു പാർട്ടി വേറെയുമായി നിൽക്കുന്നത്. അല്ലെ, ഒരു പാർട്ടിയായ പോലെ അവർ പൊതുവായ വിഷയത്തിൽ ഒരു രാഷ്ട്ര താല്പര്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതിന് ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? അല്ലല്ലോ. ശരിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് CPM-ഉം ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ആ ഭരണത്തിൽ അവർ പിരിഞ്ഞു പോരേണ്ട സാഹചര്യമല്ലേ? അവര് മുക്കം പോലെയുള്ള പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോഴും ഒരുമിച്ച് ഭരിച്ചുകൊണ്ടിരിക്കല്ലേ? ശരി, വളരെയധികം നന്ദി ശ്രീ RV ബാബു. ഒപ്പം ശ്രീ ഷാക്കിർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KPO റഹ്മത്തുള്ളയുമാണ് ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ വെൽഫെയർ പാർട്ടി അത് UDF-ന് വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF മികച്ച വിജയം നേടി, ആര്യാടൻ ഷൗക്കത്ത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഈ വിഷയം ചർച്ചയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് CPIM അടക്കം ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നു. ഇന്നലെ സമസ്തയുടെ പ്രതികരണമടക്കം വന്ന സാഹചര്യത്തിൽ ഇനിയും തെരഞ്ഞെടുപ്പുകൾ ആസന്നമാണ്. അതിൽ എടുത്തു പറയേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. പിന്നീട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ എന്തായിരിക്കാം കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒക്കെ നിലപാട് എന്നത് തന്നെയാണ് ഇതിൽ പ്രധാനമായി മാറുന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.